CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ അനിശ്ചിതകാല സമരത്തിന്റെ 20ാം ദിവസമായ ഇന്നലെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്നത് നാടകീയ സംഭവങ്ങൾ. ദേഹത്ത് പെട്രോൾ ഒഴിച്ച സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തതിന് പിന്നാലെ ഉദ്യോഗാർത്ഥികളെ DGP ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അതേസമയം സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കും വരെ സമരം തുടരാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജോലിക്കായി യാചിച്ചു പടുത്ത CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 3000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ചേർന്നാണ് മണിക്കൂറുകളോളം ഇന്നലെ സമരം ചെയ്തത്. 2019 CPO റാങ്ക് ലിസ്റ്റിലെ മുഴുവൻ പേർക്കും നിയമനം വേണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. ദിവസങ്ങളായി സമരം ചെയ്തിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ഇവർ ആരോപിച്ചു. ഇത്രയും നാളും 20 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങളിവിടെ സമരത്തിനായിട്ടിരിക്കുന്നു. ഇതുവരെ ഞങ്ങൾക്ക് ഒരു ചർച്ച പോലും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പം DGPയുടെ ആയിട്ടൊരു ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. ആ ക്ഷണം ഞങ്ങൾ വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. മണിക്കൂറുകളോളം റോഡിൽ പൊരിവെയിലത്തിരുന്നിട്ടും ഒരു തീരുമാനവും വരാതായതോടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ചും ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചു. ഇത് തടഞ്ഞ പോലീസ് 4 ഉദ്യോഗാർത്ഥികളെ അറസ്റ്റ് ചെയ്തു നീക്കി. വീണ്ടും സമരം കടുത്തതോടെ പോലീസ് മേധാവി ചർച്ചയ്ക്ക് വിളിച്ചു. ഒടുവിൽ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നം സർക്കാരിന് മുന്നിൽ കൊണ്ടുവരാമെന്ന ഉറപ്പിന്മേൽ മണിക്കൂറുകൾ നീണ്ട സമരം ഇന്നലെ അവസാനിപ്പിച്ചു. എന്നാൽ സർക്കാർ തലത്തിൽ അനുകൂല നിലപാടോ ചർച്ചയോ ഉണ്ടാകും വരെ സമരം തുടരാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.